നമസ്കാരം പ്രിയമുള്ളവരെ. ഹാരിഫ് ഹുസൈൻ്റെ ഭക്തന്മാർ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം തൂറിമെഴുകിയാലും ഹാരിഫ് ഹുസൈൻ ലണ്ടനിൽ ആ സംവാദത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തം. ആ വീഡിയോ കാണുന്ന യാതൊരാൾക്കും ഹാരിഫ് ഹുസൈൻ പരാജിതനായി വിഷണ്ണവദനായി തലകുനിച്ചു നിൽക്കുന്ന രംഗം വ്യക്തമായി മനസ്സിൽ ഓർമ്മയുണ്ടാകും. അത് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ വീഡിയോയ്ക്ക് പിറകിൽ വന്ന് ഹാരിഫ് ഹുസൈൻ്റെ ഭക്തന്മാർ തെറിയഭിഷേകം നടത്തിയാലും സത്യം സത്യമല്ലാതാകുന്നില്ല. ഹാരിഫ് ഹുസൈൻ ആ സംവാദവേദിയിൽ പരാജയപ്പെട്ടു, വിഷണ്ണ വദനനായി തലകുനിച്ചു നിൽക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ ഞെട്ടുപൊട്ട് ന്യായങ്ങൾ പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. ഡൗട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും ആ വീഡിയോ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് ആത്മസംതൃപ്തി വരുത്താവുന്നതാണ്. അത് ഒരുപക്ഷെ റിയാക്ഷൻ വീഡിയോ ആയി ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെയൊക്കെയും വീഡിയോയ്ക്ക് പിറകിൽ വന്ന് ആരിഫ് ഹുസൈൻ്റെ ഭക്തന്മാർ എത്രത്തോളം കമൻറ്റ് പറഞ്ഞാലും എത്രത്തോളം തെറിയഭിഷേകം നടത്തിയാലും സത്യം സത്യമല്ലാതാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ആ സംവാദവേദിയിൽ വെച്ച് ഹാരിഫ് ഹുസൈൻ്റെ നിരന്തരമുള്ള ആരോപണം, അതായത് ഖുറാനിൽ സ്വന്തം ചോരയിൽ പിറന്ന കുട്ടികളെ വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്ന ആയത്തുണ്ട് എന്ന ആരിഫ് ഹുസൈൻ്റെ പരാമർശം, അത് തെളിയിക്കുവാൻ വേണ്ടി ആ സംവാദത്തിൽ മതത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത അദ്നാൻ ഭായ് ആവശ്യപ്പെടുന്നു ആരിഫ് ഹുസൈനോട്. ആരിഫ് ഹുസൈൻ അത് കഴിയുന്നില്ല. ആരിഫ് ഹുസൈന് അനുവദിച്ച 2 മിനിറ്റ് കഴിഞ്ഞിട്ടും കഴിയുന്നില്ല. ആരിഫ് ഹുസൈന് 5 മിനിറ്റ് എടുക്കുന്നു, 10 മിനിറ്റ് എടുക്കുന്നു, ആരിഫ് ഹുസൈൻ 15 മിനിറ്റ് എടുക്കുന്നു, എന്നിട്ടും കഴിയുന്നില്ല. എന്നിട്ട് ആരിഫ് ഹുസൈൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മൊബൈൽ റോമിംഗ് ആണ്, അതുകൊണ്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല, ബഫറിംഗ് ആണ്, വീട്ടിൽ പോയിട്ട് ഇതിന് മറുപടി പറയാമെന്ന് ആരിഫ് ഹുസൈൻ പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയമെടുക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ആരിഫ് ഹുസൈൻ പറയുന്നു, ഞാനൊരു പക്ഷേ പറഞ്ഞത് തെറ്റാണെങ്കിൽ, എൻ്റെ ഒരു സംവാദത്തിൽ ഞാൻ തെറ്റായാണ് അങ്ങനെ സംബന്ധിച്ചതെങ്കിൽ ഞാനത് മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ട് ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്ന രംഗം, അത് ലോകത്തുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഈ വിവരങ്ങളൊക്കെ സബ്ജക്റ്റായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും എന്ന് പറഞ്ഞത് ഞാൻ BBC-യിലും CNN-ലും കാണിച്ചു എന്നല്ല, അൽ ജസീറയിലും കാണിച്ചു എന്നല്ല. ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന, ഇത്തരം കാര്യങ്ങൾ സംരക്ഷണം ചെയ്യുന്ന, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക മാധ്യമങ്ങളും കേരളത്തിൽ ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചില ആളുകളൊക്കെ പറയുന്നത്, ആരിഫ് ഹുസൈനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്, ഒരുപക്ഷെ ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് അങ്ങനെ ഒരു കണ്ണിങ് ആയിട്ട് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ കഥ അവിടെ കഴിച്ചേനെ. അതുകൊണ്ട് ആരിഫ് ഹുസൈന് കയ്യിൽ ആയത്തൊക്കെ ഉണ്ട്, പക്ഷേ ആരിഫ് ഹുസൈൻ അത് തെളിയിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആരിഫ് ഹുസൈൻ്റെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആരിഫ് ഹുസൈന് അത്ര നേരം അവിടെ സെർച്ച് ചെയ്തപ്പോഴൊന്നും തന്ത്രപരമായ നീക്കം നടത്താൻ തോന്നിയില്ല. ആരിഫ് ഹുസൈൻ 5ഉം 10ഉം 15ഉം 20ഉം മിനിറ്റ് എടുത്തിട്ട് അത് ഗൂഗിളിലും ChatGPT-യിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അത് എസ്കേപ്പ് ചെയ്യണമെന്ന് ആരിഫ് ഹുസൈന് തോന്നിയില്ല എന്നതാണ് വിരോധാഭാസം. അതായത് ആരിഫ് ഹുസൈൻ അങ്ങനെ ഒരു ആയത്ത് കണ്ടുപിടിക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി ചില ആളുകൾ പറയുന്നത്, ഖുറാനിൽ അവിഹിത ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിയെ, അതായത് ഒരാൾക്ക് അവിഹിത ബന്ധത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്നു എന്നാണ്. അതിലും ഖുറാനിലോ ഹദീസിലോ അങ്ങനെ ഒന്നും ഒരു വ്യാഖ്യാനവുമില്ല. ഒന്നാമത് ഖുറാനും ഹദീസുകളെയും സംബന്ധിച്ച് അത് ഈ അവിഹിത ബന്ധങ്ങൾക്ക് തന്നെ എതിരാണ്. ഒരു പുരുഷനും സ്ത്രീയും ഒറ്റയ്ക്കിരുന്നാൽ അതിനിടയിൽ പ്രവർത്തിക്കുന്ന മൂന്നാമതൊരാൾ പിശാചാണ് എന്നാണ് ആ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിഹിതത്തിനൊന്നും ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഇനി അത് ഖുറാനും ഹദീസിലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വ്യാഖ്യാനങ്ങൾ എഴുതിയ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടാകാം. അത് ഖുറാനും ഹദീസുമല്ല. ഖുറാനിലും ഹദീസിലും ഒന്നും പരതിയാൽ കിട്ടില്ല. ഇപ്പോൾ ഓരോ ഗ്രന്ഥത്തിനും എത്ര വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. ഭഗവത്ഗീതയ്ക്കായാലും ബൈബിളിനായാലും രാമായണത്തിനായാലും മഹാഭാരതത്തിനായാലും ഖുറാനിലായാലും ഒക്കെ ഖുറാനിലെ വ്യാഖ്യാനത്തിലല്ല, അല്ലാതെ എത്ര വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. ആ വ്യാഖ്യാനങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതിയതിന് ഹദീസും ഖുറാനും പ്രവാചകനും ഒന്നും മറുപടി പറയേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഹാരിഫ് ഹുസൈൻ എതിർക്കപ്പെടേണ്ട ഒരാളാണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ വീക്ഷണത്തിൽ നമുക്ക് എതിർക്കുവാൻ കഴിയുന്ന എന്തിനേയും എതിർക്കാം. ആരിഫ് ഹുസൈൻ അങ്ങനെ വിമർശനാധീനനായ ഒരു വ്യക്തിയൊന്നുമല്ല. ഖുറാനെയും ഹദീസിനെയും ഒക്കെ ആരിഫ് ഹുസൈൻ എതിർക്കാമെങ്കിൽ ആരിഫ് ഹുസൈനെ നമുക്കും എതിർക്കാം. കാരണം ആരിഫ് ഹുസൈനെ എതിർക്കുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആരിഫ് ഹുസൈൻ അനുകൂലമായി വന്ന് തെറി വിളിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ആരിഫ് ഹുസൈന് മതത്തെയോ അല്ലെങ്കിൽ ഖുറാനെയോ ബൈബിളിനോ ഗീതയോ എന്തിനെ വേണമെങ്കിലും എതിർക്കുവാനും അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ അതിൽ ആരിഫ് ഹുസൈൻ ഉപയോഗിക്കേണ്ട ഭാഷ അത് കുറച്ചുകൂടി മിതത്വമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ആരിഫ് ഹുസൈൻ മിക്കപ്പോഴും ശരിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്.
അതാണ് ഏറ്റവും അപലപനീയം. ആരിഫ് ഹുസൈൻ പറയുന്നത് മിക്കപ്പോഴും കേരളത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്നതുകൊണ്ടാണ് അയാളെ മിക്കപ്പോഴും എതിർക്കേണ്ടി വരുന്നത്. അല്ലാതെ നിരീശ്വരവാദികൾ എത്രയോ ഉണ്ട് നമ്മൾ കാണുന്ന, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഒക്കെയും നിരീശ്വരവാദികളുണ്ട്. അവരോട് സംവദിക്കും എന്നതിനപ്പുറം അവരോടൊന്നും ഒരു ആശയപരമായ വിരോധം വെച്ചു പുലർത്തില്ല. പക്ഷേ ആരിഫ് ഹുസൈനെ സംബന്ധിച്ച് ആരിഫ് ഹുസൈൻ അയാളുടെ സംവാദങ്ങൾ നമ്മുടെ സമൂഹത്തിന് അപകടകരമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ചില ആളുകളൊക്കെ, പ്രത്യേകിച്ചും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരു മതവിശ്വാസിയായിരുന്നിട്ട് പോലും, ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ജീവിച്ച ആളായിരുന്നിട്ട് പോലും ആരിഫ് ഹുസൈനെ അയാൾ സൈദ്ധാന്തികമായി ആദർശങ്ങളുടെ പേരിൽ എതിർക്കുന്നത് സമൂഹത്തിൽ ആരിഫ് ഹുസൈൻ സ്പ്രെഡ് ചെയ്തു വിടുന്ന കാര്യങ്ങൾ അപകടകരമാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ പറയുന്നതിന് കാരണം ആരിഫ് ഹുസൈൻ്റെ കുറച്ചു നാളുകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്. അയാൾ പറയുന്നത് കേരളത്തിലെ ഏതോ പള്ളിയിൽ ബിൻ ലാദന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചു എന്നാണ്. അതിനൊരു തെളിവില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അയാൾ ആ പള്ളിയെ പറ്റി റിപ്പോർട്ട് ചെയ്യണം. ആ പള്ളിയിൽ നിസ്കരിച്ച സമയത്ത് ആരിഫ് ഹുസൈൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പള്ളിയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ഒരാളെന്ന രീതിയിൽ അയാൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പള്ളി, ഞാനും പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, നമ്മൾ പലരും വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് പള്ളിയിലൊക്കെ പോകുന്ന ഒരാളാണ്. കേരളത്തിലെ ഒരു പള്ളിയിലും അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നിട്ടില്ല. പക്ഷേ പരസ്പരം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആരുടെയൊക്കെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി അത്തരം പരാമർശങ്ങൾ ആരിഫ് ഹുസൈൻ നടത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അങ്ങനെയൊന്നും സംഭവിക്കുവാൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒട്ടും സാധ്യതയില്ല. ആരിഫ് ഹുസൈൻ അതൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആരിഫ് ഹുസൈനും ജാമിദയും അതുപോലെയുള്ള ആളുകളുമൊക്കെ പടച്ചുവിടുന്ന ചില കഥകൾ അത് യാഥാർത്ഥ്യങ്ങളാണെന്ന് വിശ്വസിച്ച് അയൽപക്കത്ത് ജീവിക്കുന്ന സഹോദരതുല്യരായ മറ്റ് സമുദായ അംഗങ്ങളെ സംശയത്തോടും ഭയത്തോടും കൂടി നോക്കുന്ന ഒരു ലോകക്രമം ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒക്കെ പരസ്പരം വിശ്വാസങ്ങൾ ദൃഢമായി നിന്നുകൊണ്ട് തന്നെ, അവനവൻ്റെ വിശ്വാസങ്ങളിൽ ദൃഢമായി നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹത്തോടും സഹവർത്തത്തോടും കൂടി സമീപിക്കുന്ന ഒരു രീതിയാണുള്ളത്. അതിനൊക്കെ ഘടകവിരുദ്ധമായ ഒരു ക്രമം കൊണ്ടുവരുവാൻ ആരിഫ് ഹുസൈനും അതുപോലെയുള്ള ആളുകളും ശ്രമിക്കുന്നത് കൊണ്ടാണ് അയാളെ എതിർക്കുന്നത്. അല്ലാതെ അയാളുടെ വീക്ഷണഗതികൾ, അത് ഓരോരുത്തർക്കും ഓരോ വീക്ഷണഗതികളുണ്ടാകാം. അത് അവർ പഠിച്ചും മനസ്സിലാക്കിയും ഒക്കെ വരുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് ഖുറാനും ബൈബിളും ഗീതയും ഒക്കെ സത്യം ആണെന്ന് തോന്നുന്നത് പോലെ ആരിഫ് ഹുസൈൻ അതൊക്കെയും കള്ളമാണെന്ന് വിശ്വസിക്കുവാനുള്ള അവകാശവും അധികാരമുണ്ട്. അത് അയാൾ പഠിച്ചും അയാളുടെ ഗവേഷണങ്ങളുടെ ഫലവുമൊക്കെ ആയി മനസ്സിലാക്കുന്നതാണ്. ഞാൻ എൻ്റെ അറിവ് വെച്ച് മനസ്സിലാക്കുന്നത് അതൊക്കെ സത്യമെന്നാണ്. ആരിഫ് ഹുസൈനും അതുപോലെ വിശ്വസിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ഒരു പരിധി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് അപകടകരമായ രീതിയിൽ വളച്ചൊടിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അത് സമൂഹത്തിൽ അന്തഃഛിദ്രം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടു പോകരുത് എന്നതാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ എതിർക്കപ്പെടുവാനുള്ള കാരണം. കാരണം ആരിഫ് ഹുസൈൻ പറയുന്നത് മിക്കപ്പോഴും മതം അല്ലെങ്കിൽ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇവിടെ ബിൻ ലാദന് വേണ്ടി കേരളത്തിൽ മയ്യത്ത് നിസ്കാരം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ്. പരസ്പരം സ്നേഹിച്ചു ജീവിക്കുന്ന സമുദായങ്ങൾ തമ്മിൽ അത് അന്തഃഛിദ്രത ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്നൊരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആരിഫ് ഹുസൈനെ എതിർക്കുന്നത്. അതിന് എത്ര തെരുവിളിച്ചാലും എത്ര തെളിവ് കേട്ടാലും എതിർക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. പക്ഷേ വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.